അദ്ദേഹം പറയാണ്, ഈ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് വഈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് വഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ. ഹദീസിനെ സഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറഞ്ഞു തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല. നമുക്ക് വേണമെങ്കിൽ ഹദീസ് ലഈഫാണെന്ന് പറയാം. വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും.